ടി ജി യുവന്മാർക്ക് നാണമില്ലേ? CPM-നെ കുറിച്ചാണ്. സ്വകാര്യ മേഖലയെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല എന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ടാറ്റ, ബിർള ഇവരൊക്കെ വലിയ രാക്ഷസന്മാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ സമരമൊക്കെ നടത്തുന്ന പാർട്ടിയായി കേട്ടിട്ടുള്ളത്. ഒരു കാലത്തും സ്വകാര്യ മേഖലയെ എതിർത്തിട്ടില്ല എന്നിപ്പോൾ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്തും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ ജാഥയും തുടങ്ങുന്നതും എല്ലാ പ്രസംഗവും തുടങ്ങുന്നതും ടാറ്റ, ബിർള, ഗോയങ്ക, അതെ അതെ, ഡാൽമിയ, സിംഘാനിയ, ഇത്രയും പേരെ ചീത്ത വിളിച്ചുകൊണ്ടാണ്. അതിനൊരു താളമുണ്ടല്ലോ, ടാറ്റ, ബിർള, ഗോയങ്ക, ഡാൽമിയ, സിംഘാനിയ, ഇങ്ങനെയാണ് മുദ്രാവാക്യം. ഇവരെല്ലാം കുത്തക മുതലാളി. അത് നമ്മുടെ സന്ദേശം സിനിമയിൽ തിലകൻ വാതിൽ മുട്ടുമ്പോൾ ശ്രീനിവാസൻ പറയുന്നു, അച്ഛനായിരുന്നു, ഞാൻ കുത്തക മുതലാളിയാണെന്ന് വിചാരിച്ചു. അത്രയ്ക്കായിരുന്നു കുത്തക മുതലാളി. ഇപ്പോൾ ഈ കുത്തകളെയൊക്കെ വിളിച്ചു വരുത്തുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഉൽപ്പാദന രംഗത്തേക്കല്ല ഇവരെ വിളിക്കുന്നത്. ഇപ്പോൾ ഇവരെ പ്രധാനമായും വിളിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തേക്കാണ്. അവരുടെ ബാനറാണ് അവരുടെ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആ പേരുണ്ടല്ലോ, അത് നമ്മുടെ കണ്ടാൽ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇരിക്കും. ഇതുപോലെയോ ഇതിലും വൃത്തികെട്ട രീതിയിലോ ഒക്കെ നടക്കും അത്. പക്ഷേ കാശ് അവർ മുടക്കും. ഇവർക്ക് കുറേ അധ്യാപകരെ നിയമിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുക്കും. അതാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത്, കടുത്ത നിയന്ത്രണങ്ങളോടെ ആയിരിക്കും. കടുത്ത നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% അപ്പോയിൻമെൻറ്റ് എനിക്ക് തരണം ചേട്ടാ, ബാക്കി ചേട്ടൻ അവിടെ നിന്ന് സായിപ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അലമ്പ് പരിപാടിയാണ്. പക്ഷേ ഇതിവർക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം ഇവരുടെ തലതൊട്ടപ്പൻ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആളുകളുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് CPM-ന് പോകാൻ പറ്റില്ല. CPM-ൻ്റെ അജണ്ട തീരുമാനിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ അജണ്ട തീരുമാനിക്കുന്നത് ഇതൊക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ള ആ സ്ത്രീക്ക് ജോലി രാജിവെക്കേണ്ടി വന്നത്. കാരണം അവർ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ജൂതവിരോധം പ്രകടിപ്പിക്കുന്നു. അതെ അതെ, ജൂത കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യുന്നു, അവരെ തൊട്ടുകൂടാത്തവരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് ഈ സ്ത്രീയാണ്. ഒടുവിൽ അഡ്മിനിസ്ട്രേഷൻ ഇടപെട്ട് ഈ സ്ത്രീയെ വിചാരണ ചെയ്തപ്പോൾ ഇവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതിനെ തുടർന്ന് അവർ രാജിവെച്ചു. പക്ഷേ അപ്പോഴും തീർന്നിട്ടില്ല. ഈ ജോർജ് സോറോസൊക്കെ കാശ് മുടക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വഴിക്കാണ് ഇന്ത്യയിലേക്ക് വരുന്നതും. സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ ദളിത് എന്നുള്ള വാക്കൊക്കെ ഇങ്ങനെ പൊക്കി നിർത്തുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വരവ് CPM വിചാരിച്ചാൽ പോലും ഇവർക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇവർക്ക് ഈ പറഞ്ഞമാതിരിയുള്ള ഇപ്പോൾ ഗോവിന്ദൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാമില്ല. ഞങ്ങൾ ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് എതിരായിരുന്നില്ല. വസ്തുതാവിരുദ്ധാണത്. 67-ലെ EMS ഭരണകാലത്ത് TV തോമസിനെ നിയമസഭയിലിട്ട് പൊരിക്കുകയായിരുന്നു ഇവർ. എന്താ കാര്യം? ജപ്പാനിൽ പോയി വല്ല വ്യവസായം തുടങ്ങാൻ വല്ല മാർഗമുണ്ടോ ചേട്ടാ എന്നൊന്ന് അന്വേഷിക്കാൻ ജപ്പാനിൽ പോയി. അതിന് TV തോമസിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. കാരണം പുള്ളി ഇച്ചിരി പൊക്കവും തടിയൊക്കെ ഉള്ളതാണ്, കൈവച്ച് ചിലപ്പോൾ തിരിച്ചടിക്കും. പക്ഷേ അത്രയധികം ആ മനുഷ്യനെ ഉഷ്ണിപ്പിച്ചത് ഈ ടീമൊക്കെ കൂടെയാണ്. ഇതിന് ശേഷം കേരളത്തിലെ ഓരോ സ്വകാര്യ മേഖലക്കാരനെയും ഓടിച്ചത് ഇവരാണ്. ഗ്വാളിയർ റൈൻസ് എവിടെ പോയി? മാവൂർ ഗ്വാളിയർ റൈൻസ്. അതെ. കുണ്ടറ അലുമിനിയം ഇൻഡസ്ട്രീസ് എവിടെ പോയി? നമ്മുടെ ചിങ്ങവനത്തെ ടെസ്സിൽ എല്ലാവരും പോയി. ഇതൊക്കെ പോട്ടെ, ആലപ്പുഴയിൽ എക്സൽ ഗ്ലാസ്, ആലപ്പുഴ വടക്ക് വശത്ത് ഒരു സൗത്ത് ഇന്ത്യ വയർ റോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. നേരിട്ട് എനിക്കറിയാം. കമ്പനി നടത്തുന്ന ഒരു UP-കാരന്, ചെറിയൊരു കമ്പനിയാണ്. വയർ റോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ക്രെയിൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പികൾ പിരിച്ചുണ്ടാക്കുന്ന റോപ്പ്, വടം, ഇതുണ്ടാക്കുന്നതാണ് ആ കമ്പനി. വലിയ ടെക്നോളജി സംഗതിയൊന്നുമല്ല. ഇപ്പം പല സ്ഥലത്തും കമ്പനി വന്നിട്ട് ഇങ്ങനെ വന്ന് ചുറ്റി വടമാകും, ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യും. ഉരുക്ക് വടം. ഇതാണ് സൗത്ത് ഇന്ത്യ വയർ റോപ്സ്, അതോ സതേൺ ഇന്ത്യ വയർ റോപ്സ്. അവിടെ സമരം, CITU സമരം ചെയ്തു, ജയിച്ചു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വാശി INTUC-ന്, അതിൽ കൂടുതൽ കാശ് വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണം. അന്ന് INTUC നേതാവാണ് വയലാർ രവി. വയലാർ രവി ചെന്ന് കണ്ടു, ചേട്ടാ ഇങ്ങനെയാണ്. അപ്പോൾ വയലാർ രവി പറഞ്ഞു, മോനെ അയാൾ കഷ്ടിച്ച് ജീവിച്ചു പോവുകയാണ്, ഉത്തർപ്രദേശുകാരനാണ്, ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരക്ഷരം അവിടെ മിണ്ടിയാൽ അയാൾ പൂട്ടിയിട്ടിട്ട് അയാൾ ഉത്തർപ്രദേശിലേക്ക് പോകും, രക്ഷയില്ല. കാരണം ഇവർ പറഞ്ഞു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ INTUC തൊഴിലാളി CITUലേക്ക് പോകും.
നമ്മുടെ യൂണിയൻ ക്ഷയിക്കും. വയലാർ രവി പറഞ്ഞു ആ ഒരു ചെറിയ കമ്പനിയിൽ യൂണിയൻ ക്ഷയിച്ചാലും കുഴപ്പമൊന്നുമില്ല, കഞ്ഞുകൂടി മുട്ടാതെ നോക്കിക്കും. പറ്റില്ല, ചെയ്തോളാൻ പറഞ്ഞു. വയലാർ രവി പോയി ഉദ്ഘാടനവും ചെയ്തു കൊടുത്തു. ഇവർ ചെയ്തു. 3-ാം പക്കം ആ UP-കാരൻ അത് പൂട്ടിപ്പോയി. പിന്നെ ഇന്ന് വരെ അയാൾ തഞ്ഞ് നോക്കിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ സൗത്ത് ഇന്ത്യ വയർ റോപ്സ് എന്നുള്ള ബോർഡ് ഉരുണ്ട് വീണു. പിന്നെ അത് വേറെ എന്തോ ആയി. ഇപ്പം അവിടെ വേറെ എന്തോ നടക്കുന്നു. ഈ വയർ റോപ്സിലെ തൊഴിലാളികളുടെ പോയി അറിയില്ല. ഇതൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയ മഹാഭാവം. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സാധനം ചെയ്യാൻ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ള ചരിത്രം ഈ പാർട്ടിക്കില്ല. അതിപ്പോഴും അവർ ചെയ്യുന്നില്ല. ബാലഗോപാൽ വിദേശ യൂണിവേഴ്സിറ്റിയെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്ന് ഇൻഡസ്ട്രി അല്ല, സ്വദേശത്തെ ഇൻഡസ്ട്രി അവർ ഇപ്പോൾ ബാലഗോപാൽ ചെയ്തിരിക്കുന്നത് എന്താ? 1000 കോടി രൂപയുടെ വിഴിഞ്ഞം എക്സ്പാൻഷൻ, അവിടെ വ്യവസായം വരുന്നു എന്നൊക്കെ പറഞ്ഞു. ആര് കൊണ്ടുവരണം? അദാനി കൊണ്ടുവരണം. അദാനി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർ മോദിയെ ചീത്ത പറയും. അതെ, ഇതൊക്കെയാണ് നടക്കുന്ന കലാപരിപാടി. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വരും, SFI ഒരു 4 ദിവസം എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അല്ല, അത് അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഈ നിയമസഭാ രേഖകൾ കൊണ്ടുവരാം. നമുക്ക് വേറൊരു എന്തൊക്കെയാണ് ഇവർ സ്വകാര്യ മേഖലയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ രേഖ വേണമല്ലോ, രേഖ വെച്ച് ഞാൻ സുനിലിനെ കേൾപ്പിച്ചു തരാം. അന്നത്തെ നിയമസഭാ ലൈബ്രറിയിൽ ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. അല്ല, ഈ മുമ്പ് മുദ്രാവാക്യം വിളിച്ച പാവം നാട്ടിലെ സഖാക്കളൊക്കെ എന്ത് ചെയ്യും? മരിച്ചുപോയി. എൻ്റെ നാട്ടിൽ ഇത് കൊണ്ടുതന്നിരുന്നത് അന്ന് ഈ ബ്രാഞ്ച് കമ്മിറ്റി, എന്താ അതിനൊരു പ്രത്യേക കമ്മിറ്റിയായിരുന്നു അത്. ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ള പേര് പിന്നെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ഉണ്ടായിരുന്നു. അച്യുതൻ, KK ചെല്ലപ്പൻ, പാണാവള്ളി, എൻ്റെ നാട്ടിലെ ദിവ്യന്മാരവരായിരുന്നു. അവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഞാനീ പറഞ്ഞത്. ആ 2 പേരും, അച്യുതൻ ഉറപ്പായിട്ട് മരിച്ചു, KK ചെല്ലപ്പനും മരിച്ചു കാണണം. കാരണം എന്നേക്കാൾ ഒരു 10-20 വർഷം ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ തീരെ പ്രായമായി കാണും, എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. അവരൊക്കെ ഇങ്ങനെ ടാറ്റ ബിർളയൊക്കെ അവരുടെ വീട്ടുവാതിൽ വന്നിട്ട് തെണ്ടാൻ നിൽക്കുന്ന സ്വപ്നം കണ്ട ആൾക്കാരാണ് അച്യുതനൊക്കെ. ഇവർ പ്രായം കൂടുതലായതുകൊണ്ട് ഞാനും അച്യുതൻ ചേട്ടാന്നൊക്കെ വിളിക്കും. എന്നോട് സ്നേഹമൊക്കെ ആയിരുന്നു പുള്ളി. ഞാൻ RSS ആണെന്നൊക്കെ പുള്ളിക്കറിയാം. ഞാൻ RSS ശാഖയിൽ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പ് കൂടെയൊക്കെ പോകും പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ശാരീരികമായ സംഘർഷമോ വിരോധമൊന്നുമില്ല. വല്ലപ്പോഴും അവിടുത്തെ വായനശാലയിൽ ചർച്ചയൊക്കെ നടക്കും. കമ്മ്യൂണിസം കാലാനുസൃതമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ KK ചെല്ലപ്പനാണ് അതിനൊക്കെ വരുന്നത്, ഡിബേറ്റർ. അന്നത്തെ TV ഡിബേറ്റർ KK ചെല്ലപ്പനാണ്. അപ്പോൾ ഇങ്ങനെ കൈ തീർത്തും ആ ഒരു മൈക്കും സംഗതിയൊന്നുമില്ല. ഒരു 10-15 പേര് മേശയ്ക്ക് ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ പാവങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. ആ സ്വപ്നമൊന്നും അത്ര നല്ലതായിരുന്നുമില്ല. കാരണം അസൂയയുടെ പുറത്തുണ്ടായ സ്വപ്നങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ടാറ്റ, ബിർള, ഡാൽമിയ, സിംഗാനി ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. കമ്പനികളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കും. ഇവർക്കിപ്പോൾ ജീവൻ ഉണ്ടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവരൊന്നും ഇപ്പോൾ ആക്രമിക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ അദാനിയാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇപ്പം അങ്ങനെ ആയല്ലോ. എന്നിട്ട് അദാനിയുടെ മകനെ സ്റ്റേജിലിരുത്തി ആദരിക്കുന്നു പിണറായി. അതെ. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പുതിയൊരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. ചൈനയാണ് നമ്മുടെ മാതൃക, ചൈനീസ് മോഡൽ സോഷ്യലിസം ആണെന്ന്. അത് ഇതിലും വലിയ മുതലെടുത്താണ് അവിടെ നടക്കുന്നത്. ഇവർക്ക് അറിഞ്ഞുകൂടാ ഡെങ് സിയാവോപിങ്ങിന് ശേഷം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിഞ്ഞുകൂടാ. കാരണം ചൈനീസ് ഡെലിഗേഷൻ, ചൈനക്കാർ ക്ഷണിക്കുമ്പോൾ ഇവരെ ക്ഷണിക്കുന്നില്ല, RSSകാരെ ക്ഷണിക്കുന്നവർ. അതെ, റാം മാധവിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു ഡെലിഗേഷന് റാം മാധവാണ് പോകുന്നത്. അപ്പോൾ റാം മാധവ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെ ഞാനോർത്തത് എന്നെ ക്ഷണിച്ചപ്പോൾ ബാക്കിയുള്ളത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, എന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോകായിരിക്കും. അങ്ങനെയൊന്നുമല്ല, എല്ലാം BJPക്കാരും സോഷ്യലിസ്റ്റുകാരും അവരൊക്കെ, കമ്മ്യൂണിസ്റ്റുകാരില്ല. അവർ മൈൻഡ് ചെയ്യുന്നില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ വകവയ്ക്കുന്നില്ല. ഇവർ വെറുതെ ചൈന എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ താല്പര്യം. ഏതായാലും മുതലാളിത്തം ആണ് രക്ഷാമാർഗം എന്ന് വലിയ താമസമില്ലാതെ പറയുമായിരിക്കും. അങ്ങനെ പറയില്ല, മാറ്റി മാറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തലമുറ കൂടെ ഈ പിണറായി വിജയനൊക്കെ അടങ്ങുന്ന തലമുറ ഉണ്ടല്ല, അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞത് കൊടി മാത്രം ഉണ്ടാവും. ഇപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകന് ദുബായിൽ എന്താ ഡാൻസ് ബാറല്ലേ എന്ന് പറയുന്നു, അറിയില്ല. ആണെന്ന് എല്ലാവർക്കും അറിയാം. പോട്ടെ, പറശ്ശിനിക്കട ഒരു വാട്ടർ തീം പാർക്കുണ്ടല്ലോ പാർട്ടിയുടെ,
ആ വാട്ടർ തീം പാർക്ക് എന്താ മുതലാളിത്തത്തിൻ്റെ ഒന്നാം തരം അടയാളം. ഞാനവിടെ പോയി സഹകരണ കണ്ടിട്ടുണ്ട്. സംഘമാണ്. തുണിയില്ലാതെ ആൺപിള്ളേരും പെൺപിള്ളേരും തുള്ളുന്ന സ്ഥലമാണ് ഈ പാർക്ക്. കൃത്രിമമായ ഒരു വെള്ളച്ചാട്ടവും മറ്റോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ തുള്ളുന്നു. ഞാൻ പോയി കണ്ട പിന്നെ വയസ്സുകാലത്ത് എനിക്ക് ഈ തുള്ളലിൽ വലിയ ഭ്രമം തോന്നിയില്ല. കുറച്ച് നേരം വായി നോക്കി നിന്നിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു. കാരണം ഇത് കണ്ടിരിക്കണമല്ലോ എന്താ കലാപരിപാടിയെന്ന്. നോക്കിയപ്പോൾ നല്ല ഒന്നാം തരം. ഇനി ഇപ്പം തുണി അഴിച്ച് തന്നെ തുള്ളാൻ തുടങ്ങി കാണും. കാരണം അതിൻ്റെ അടുത്ത കാലം മാറിയിട്ടുണ്ട്. ഞാൻ പോയത് ഒരു 10 വർഷം മുമ്പാണ്. അപ്പം ഇതൊക്കെയാണ് പാർട്ടിയുടെ കലാപരിപാടികൾ. ബാക്കി വർത്തമാനമൊക്കെ ഇതിങ്ങനെ പി രാജീവ്, നമ്മുടെ ഇങ്ങനെയുണ്ടല്ലോ കുണ്ടറ സ്റ്റാലിൻ, MA ബേബി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊക്കെ പ്രയോഗിക്കും. ഏതായാലും വിപ്ലവ സൂര്യന് അഭിവാദ്യം അർപ്പിക്കാം നമുക്ക്. അഭിവാദ്യമോ അന്ത്യാഞ്ജലിയോ ജനം തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.